ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടേബിൾ ടോപ്പ് മെഷീൻ വെച്ച് ചെയ്യാൻ പറ്റുന്ന രണ്ട് തരം സ്കാലപ്പ് സ്റ്റിച്ചാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് മെഷീനിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഈ ചെറിയ സ്കാലപ്പ് സ്റ്റിച്ച്, രണ്ടാമത്തത് നമ്മളിങ്ങനെ കർവൊക്കെ ട്രേസ് ചെയ്ത് വരച്ചിട്ട് ചെയ്യുന്ന സ്റ്റിച്ച്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന മെഷീൻ ബ്രദറിൻ്റെ GS2700 എന്ന് പറയുന്ന മെഷീനാണ്. മെഷീൻ്റെ സെറ്റിങ്സ് വേണ്ടത് ഈ കാണുന്നത് നമുക്കിപ്പം ഇവിടെ ഇപ്പം നോക്കുവാണെങ്കിൽ 8 ആണ് നമ്മുടെ സ്കാലപ്പ് സ്റ്റിച്ച് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനെ ഒന്ന് 8ലേക്ക് മാറ്റുന്നുണ്ട്. നമ്മൾ 8ന് നേരെയാണ് ഈ ആരോ വന്നിരിക്കുന്നത്. പിന്നെ മുകളിലേക്ക് ചെല്ലുമ്പം ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഇവിടെ 1 2 3 എന്ന് പറഞ്ഞിട്ട് 4 വരെ കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം വലുതാക്കുന്നുവോ അത്രത്തോളം നമുക്ക് ഇതിൻ്റെ ലെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്, സ്റ്റിച്ച് ലെങ്ത്. പക്ഷെ നമുക്ക് സ്റ്റിച്ചിൻ്റെ ലെങ്ത് അധികം കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പം ഭയങ്കര ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും ആ ഒരു സിക്സാക് സ്റ്റിച്ച് വരുന്നത്. നമുക്കിവിടെ F ആണ് കൊടുക്കേണ്ടത്. സപ്പോസ് നമ്മളിപ്പം ഇവിടെ ഈ ഒരു 8th സ്റ്റിച്ചാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഈ F ആണ് കൊടുക്കേണ്ടത്. പിന്നെ വിഡ്ത്ത് നോക്കുമ്പം ഇവിടുത്തെ ഇപ്പം സിക്സാക്കിൻ്റെ വിഡ്ത്താണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ മാക്സിമം എത്ര കൊടുക്കുന്നോ അത്രയും നല്ല വിഡ്ത്ത് കിട്ടും. ഇവിടെ ഈ ലാസ്റ്റ് കാണുന്ന ഈ ഒരു വിഡ്ത്ത് കിട്ടണമെങ്കിൽ നമ്മൾ 5ൽ വെക്കണം. അപ്പോൾ ഞാൻ ഏറ്റവും മാക്സിമം 5ലാണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ടെൻഷൻ വീലാണ്. ഈ സ്റ്റിച്ചിങ്ങുമായിട്ട് ഇതിന് ഡയറക്റ്റ് റിലേഷൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മളിതിപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ടൈറ്റ്നെസ് ഫിക്സ് ചെയ്യുന്നത് ഈ ഒരു ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ചാണ്. ഞാനിവിടെ ഇപ്പോൾ 4ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഫൂട്ട് നമ്മൾ റെഗുലർ സ്റ്റിച്ചിന് ഉപയോഗിക്കുന്ന ഈ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ലൈനുള്ള ഒരു തരം ഫൂട്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ മെഷീനോടൊപ്പം ഈ ഒരു ഫൂട്ടാണ് നമ്മൾ എല്ലാ സ്റ്റിച്ചസിനും യൂസ് ചെയ്യുന്നത്, നോർമൽ സ്റ്റിച്ചസിനെല്ലാം യൂസ് ചെയ്യുന്നത്. അതേ ഇത് തന്നെയാണ്. ഈ സെൻറ്ററിൽ ഒരു ഹോള് മാത്രമുള്ള ഫൂട്ട് ചില മെഷീൻസിൽ വരാറുണ്ട്, അത് യൂസ് ചെയ്യാൻ പാടില്ല. സിക്സാക്ക് സ്റ്റിച്ചസ് എപ്പോഴും ഇങ്ങനെയാണ് പോകുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ സെൻറ്ററിൽ ഗ്യാപ്പുള്ള ഫൂട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഫാബ്രിക് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്കാലപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിൽ കുറച്ച് മാർജിൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഞാൻ ഫാബ്രിക് കുറച്ചൊന്ന് പിന്നിലേക്ക് തള്ളി വെക്കണം, ഇല്ലെങ്കിൽ ആ സ്റ്റാർട്ടിങ്ങിലൊന്ന് കുരുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് തള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. വെറുതെ സ്ട്രൈറ്റ് സ്റ്റിച്ച് തന്നെ ചെയ്താൽ മതി. ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പം അതിൽ കണ്ട അതേ പാറ്റേൺ ഇതിലിങ്ങനെ സ്റ്റിച്ചായിട്ട് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുറച്ച് മാറ്റി നോക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റിച്ച് വന്നത്. ഇതിപ്പോൾ ഞാനതിനെ നോർമൽ F എന്നിട്ടിരുന്നിടത്തുനിന്ന് വെറുതെ ഒന്ന് ഒരു 4ലേക്ക് ഇട്ട് നോക്കിയിട്ട് വെറുതെ ഒന്ന് അടിച്ച് നോക്കിയതാണ്. ഇതാണ് ഫസ്റ്റ് ടൈപ്പ്. ഇതിപ്പം ഞാൻ വെറുതെ വളരെ കുഞ്ഞായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒരു പാറ്റേൺ ഞാനൊരു ഇതിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. പുള്ളി ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇത് പക്ഷേ 2 ലെയറാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു പില്ലോ കേസിന് ബോർഡർ അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. 2 ലെയറാണ്. ഇപ്പോൾ സപ്പോസ് ഇത് നല്ല തിന്നുമാണ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അടിയിൽ പേപ്പർ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ക്യാൻവാസ് വെച്ച് കൊടുക്കണം. നമ്മുടെ ആ നെക്കിനൊക്കെ വെക്കുന്ന ഒരു ടൈപ്പ് ചെറിയ ക്യാൻവാസ് ഉണ്ട്, അത് വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ ഞാൻ അധികം അങ്ങനെ ഇങ്ങനെ ഒന്ന് പ്രഷർ കൊടുക്കാണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ലൈറ്റായിട്ട് പിടിക്കുന്നതനുസരിച്ചിട്ട് ഇതിങ്ങനെ സ്റ്റിച്ചസ് അടിഞ്ഞു വരും. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒന്നിങ്ങനെ വലിച്ച് വിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ആ സ്റ്റിച്ചസിൻ്റെ ലെങ്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് സോൾഡറിങ് ആണ് വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നല്ല ഷാർപ്പ് എഡ്ജായിട്ടുള്ള സിസേഴ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. പിന്നെ അപ്പോൾ നമുക്ക് സിസേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇതിപ്പോൾ അല്ലെങ്കിൽ സോൾഡറിങ് ആണ് വെച്ചിട്ട് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ഇങ്ങനെ നൂല് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ സോൾഡറിങ് ആണ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിന് വളരെ ചെറിയ ഒരു ബോർഡർ ആയത് കാരണം നമുക്ക് കുറേ സമയം എടുക്കും. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. ഇനി അടുത്ത് നമുക്ക് ശരിക്കും ആ ഒരു കർവ് വരച്ചിട്ട് ചെയ്യുന്ന മെത്തേഡ് കൂടി ഒന്ന് നോക്കാം. ഇത് നമുക്ക് വലിയ കർവായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഒരു പേപ്പർ, ഇതിപ്പം അല്ലെങ്കിൽ ഇതിപ്പം ക്യാൻവാസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ നെക്കിലൊക്കെ വെക്കുന്ന ടൈപ്പ് ക്യാൻവാസ് ഇല്ലേ, ഇത് അതിൽ അയൺ ചെയ്ത് പിടിപ്പിക്കുകയൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് എനിക്ക് അതിൻ്റെ ഒരു ഷേപ്പ് ഇടാൻ വേണ്ടിയിട്ട് മാത്രം ഇപ്പം ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈനിൽ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഞാനൊരു ഷേപ്പ് ചെയ്തിരിക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗത്തിലുള്ള പരിപാടിയാണ് നോക്കുന്നത്. നമുക്ക് ഈ ഈ കോർണർ ഞാനിങ്ങനെ ഒന്ന് മുറിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത് ഈ ഒരു കോർണറിൽ നിന്ന് ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം. ഈ ഒരു ലൈൻ മാത്രം ഈക്വലായിട്ട് വന്നാൽ മതി. ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. അടുത്ത് ഇതേ ലൈനിൽ നിന്ന് ഒന്നുകൂടി ഞാനിങ്ങനെ മടക്കുന്നുണ്ട്. ഈ ലൈൻ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അടുത്ത് മടക്കി കൊടുത്തു. അടുത്ത് ഒന്നുകൂടി ഓപ്പോസിറ്റ് മടക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ കറക്റ്റ് എനിക്കൊരു 4 ലെയർ അതിന് മാത്രമാണ് കറക്റ്റ് നമുക്ക് ലൈൻ കാണുന്നുണ്ട്. എന്നാൽ ഒരു 4 ലെയറാണ് വരുന്നത്. ജസ്റ്റ് ഒരു പിന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മളിതെല്ലാം ഒന്ന് ഈക്വലായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിലേക്കൊരു പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു റൗണ്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കത് ഓപ്പണാക്കി എടുക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ഷേപ്പാണ് നമ്മൾ ട്രേസ് ചെയ്ത് കൊടുക്കേണ്ട ഡ്രസ്സിൽ വെച്ചിട്ട്. ഇവിടെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ വലിയ സ്കാലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഈ 6 ആക്ക് സ്റ്റിച്ചാണ്. 3 ആണ് വരേണ്ടത്. അപ്പോൾ നമ്മളിത് 3ലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതിപ്പം ആരോയുടെ നേരെ 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ സെറ്റിങ്സും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇവിടെ നമുക്ക് എഫ് ഇടാം, അല്ലെങ്കിൽ 1 ഇടാം, മാക്സിമം 1.5 വരെ ഇടാം. പക്ഷേ എഫ് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് അടിങ്ങിയിട്ടാവും സ്റ്റിച്ച് വരുന്നുണ്ടാവുക. 1 ആയിരിക്കും ഒരുവിധം ഓക്കെ ആയിട്ട് വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ 1.5 പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പം ഭയങ്കര തിന്നായിട്ടുള്ള ഷോളൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 1 ഇട്ട് കഴിഞ്ഞാലും ഇങ്ങനെ ഒന്ന് ചുരുങ്ങി വരുന്ന പോലെ തോന്നാറുണ്ട്. അങ്ങനെയാണെങ്കിൽ 1.5 ഇടാം. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. ഈ 6 ആക്കിൻ്റെ വിഡ്ത്ത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ 5 തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടുത്തെ ത്രെഡ് ടെൻഷനും വേറെ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമുക്കിതും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ലൈന് കണക്കാക്കിയിട്ട് ഈ ഒരു പ്രഷർ ഫുട്ടിന് അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പ്രഷർ ഫുട്ട് താഴ്ത്തി കൊടുക്കുന്നുണ്ട്. നീഡിൽ താഴ്ത്തിയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റിങ്സ് ഞാൻ എഫിലും സെറ്റിങ്സിൻ്റെ ലെങ്ത് എഫിലും സെറ്റിങ്സിൻ്റെ വിഡ്ത്ത് 5ലുമാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അതുപോലെ നമ്മുടെ സ്റ്റിച്ച് ചൂസ് ചെയ്തിരിക്കുന്നത് സിഗ്സാക്കാണ്. 3 നമ്പർ സിഗ്സാക്കാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് അത്രയ്ക്ക് കട്ടിയുള്ള തുണി അല്ലെങ്കിൽ ഇതിപ്പോൾ 2 ലെയർ ഉണ്ട്. അതുകൊണ്ട് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. സപ്പോസ് ഇപ്പം ഷോള് പോലെയുള്ള ഭയങ്കര തിന്നായിട്ടുള്ള സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ അടിയിൽ എന്തായാലും പേപ്പർ വെക്കണം, അല്ലെങ്കിൽ ചുരുങ്ങും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ചെയ്താൽ മതി. അതിനുശേഷം പേപ്പർ കീറി കളഞ്ഞാൽ മതി. എഫിലിടുമ്പം ഇങ്ങനെ നല്ല ക്ലോസ് ആയിട്ടുള്ള സ്റ്റിച്ചസ് ആവും വരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് നീങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാവും. വളരെ പതുക്കത്തിലായിരിക്കും പോകുന്നുണ്ടാവുക. ഇല്ലെങ്കിൽ നമുക്ക് 1ലിട്ടാലും മതി. അപ്പോൾ ഞാൻ ഈ ഒരു ലെയർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് 1ലിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ കോർണർ എത്തുമ്പം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പം മുഴുവനും നമ്മൾ എഫിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാനൊന്ന് 1ലിട്ട് കൊടുക്കുന്നുണ്ട്. 1ലിടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇതിങ്ങനെ മൂവ് ആവും. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് 1 ഇട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മൾ എഫ് ഇട്ട് ചെയ്തത്. അവിടെ എനിക്ക് അത്യാവശ്യം വളവും വന്നിട്ടുണ്ട്. പിന്നെ നല്ല ഒരു ചുളുക്ക് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം 1 ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഞാൻ പേപ്പറും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പേപ്പറൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ നല്ല സ്റ്റിഫായിട്ട് നല്ല വൃത്തിയിൽ ഇരുന്നേനെ. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ റഫായിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചത് കാരണം നമുക്കിങ്ങനെ കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ സിസേഴ്സ് വെച്ചിട്ട് ഈ ഒരു കർവ് ഇങ്ങനെ വട്ടത്തിൽ വെട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഈ തുണിയുടെ മറു സൈഡ് കൂടി ഞാനിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ 1ലിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് 1ലിട്ട് ചെയ്തിരിക്കുന്നത്, ഇത് 1.5 ഇട്ട് ചെയ്തിരിക്കുന്നതാണ്. 1.5 ആകുമ്പോൾ ഒരു ഇച്ചിരി ഈ ഒരു ഗ്യാപ്പ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവൽ 1 ആണ് ശരിക്കും ആ ഒരു ഫിനിഷിംഗ് ആയിട്ട് വരുന്നത്. പിന്നെ ഡിപ്പെൻസ് നമ്മൾ ഏത് ടൈപ്പ് തുണിയാണ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് ഉള്ള വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കും. നല്ല ഭംഗിയിൽ വേഗത്തിൽ എടുത്ത് ചെയ്യാൻ പറ്റുന്ന സോൾഡറിങ് അയണാണ്. പക്ഷേ എൻ്റെ അടുത്തുള്ള സോൾഡറിങ് അയൺ ഈ ഒരു ടൈപ്പാണ്. ഇതിൻ്റെ ഈ ഒരു എഡ്ജ് ഇച്ചിരി ഷാർപ്നെസ് കുറവാണ്. ഇത് പിന്നെ ഒരു പോളിസ്റ്റർ പോലത്തെ തുണിയുമാണ്. നമ്മളിങ്ങനെ ഈ സോൾഡറിങ് അയൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് ഇങ്ങനെ ഉരുകിയിട്ട് ഇങ്ങനെ ബഡ്ജ് ചെയ്ത് നിൽക്കും. അപ്പം അതുകൊണ്ട് ഈ ടൈപ്പ് മെറ്റീരിയലൊക്കെ മാക്സിമം നമ്മൾ സിസേഴ്സ് കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത് നല്ലത്. പിന്നെ ഷോളിലൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലത്തെ ഫാബ്രിക്കിലൊക്കെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഈ കർവൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പ്രാക്ടീസ് ഉള്ളത് നല്ലതാണ്. പിന്നെ ചെറിയൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ലൈറ്ററോ അല്ലെങ്കിൽ ക്യാൻഡിലോ കത്തിച്ചിട്ട് ഇങ്ങനെ സൈഡ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
പിന്നെ ഇതൊക്കെ ഡിപ്പെൻസ് ഓൺ മെറ്റീരിയലാണ്. ഇപ്പം ഷോളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സോൾഡറിങ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. ഈ ടൈപ്പ് മെറ്റീരിയലൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പോൾ ഇത് ഇവിടെ ലെവൽ ചെയ്ത് കൊടുത്ത ഭാഗം കാണുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നോക്കുമ്പം അത്യാവശ്യം അതിങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചിലപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ നമ്മളിത് ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോൾ ഇങ്ങനെ നൂലൊക്കെ ചെറുതായിട്ട് പുറത്തേക്ക് വരും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒന്ന് ഉരുക്കിയിട്ട് വിട്ടാൽ മതി. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.